ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ താഴേക്ക് ഇറങ്ങി വരും അലീനയെ വിളിച്ചുകൊണ്ട്. അലീന, അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിച്ചാൽ അലീന അങ്ങോട്ടേക്ക് വന്നു. ദേ, ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യത്തെപ്പറ്റി നീ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ നാളെ പോകാമെന്നല്ലേ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ബാലൻ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം, നാളത്തേക്ക് അത് വെക്കണ്ട എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ അച്ഛന് തിരക്കുണ്ടെന്ന് പറഞ്ഞതോ? അതൊക്കെ കഴിഞ്ഞു, അന്നേരം ഒരു മീറ്റിംഗ് വന്നില്ലേ, അതാണ് ഇവിടെ കാണാൻ വന്നത്. പെട്ടെന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞില്ലേ? ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അലീന. ഇനിയിപ്പോൾ വേറെ ഒരു പരിപാടിയും ഞാൻ പിടിക്കുന്നില്ല, നാളത്തേക്ക് വേറെ വല്ല അർജൻറ്റ് മീറ്റിങ്ങുകളോ മറ്റോ വന്നാലോ, അതുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് ബാലേട്ടൻ പറയുമ്പം എന്നാൽ ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വരാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പോയി റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. ഇത്തിരി താമസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അലീന അങ്ങ് പോയി. ബാലേട്ടൻ ഇങ്ങനെ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ, ഭയങ്കര ടെൻഷൻ. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ റെഡിയായി ഇറങ്ങി. അലീന വീട് കൂട്ടി വണ്ടിയിൽ വന്നു, കയറി. അങ്ങനെ പോകാൻ നോക്കുമ്പം അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനത് മറന്നു എന്ന് ബാലേട്ടൻ പറയാം കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കിയിരിക്കുമോ, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വശപ്പശക്കും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പം ആദ്യം നമുക്കൊരു തുണിക്കടയിൽ പോവാം അച്ഛാ, ബബിക്കും കൃഷ്ണമോൾക്കും രോഹിക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറയും. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കടയിലേക്ക് പോയാലോ, അവിടെ നിന്ന് എടുത്തേക്കാമെന്ന് ബാലേട്ടൻ പറയുമ്പം അത് വേണ്ട അച്ഛാ, അവിടെ നിന്ന് ഞാൻ വാങ്ങിയാലേ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങത്തില്ല എന്ന് അലീന പറയാം. അതുകൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു. അത് ശരിയാവത്തില്ല അച്ഛാ, ഞാൻ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് തോന്നണം ഇത് ആരുടെ സഹായം ഇല്ലാതെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വാങ്ങിക്കൊടുക്കുന്നതാണെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ കടയിൽ നിന്ന് എടുക്കുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ, അച്ഛൻ കാശ് വാങ്ങിക്കത്തില്ല എന്ന്. അതാണ് പ്രശ്നങ്ങൾ. ഒരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഞാൻ കാശ് വാങ്ങാം, അത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും കിട്ടട്ടെടി കുറച്ച് കാശ്. അല്ല പിന്നെ എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇരിക്കുമ്പോൾ വേണ്ട, എനിക്ക് ആ കാര്യത്തിൽ അച്ഛനെ തീരെ വിശ്വാസമില്ല. ചേടാ, ഇത് നല്ല കളിയാണല്ലോ എന്ന് ബാലേട്ടൻ. പിന്നെ എവിടെ പോകണമെന്ന് ചോദിച്ചു. അതെനിക്കറിയത്തില്ല, അച്ഛനറിയായിരിക്കുമല്ലോ വേറെ നല്ല ടെക്സ്റ്റൈൽസൊക്കെ, അവിടെ പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ ആലോചിക്കാം. എന്നാൽ പോയേക്കാം, പോകുന്ന വഴിക്ക് ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞത് അവരങ്ങ് പോന്നു. വേറെ നല്ലൊരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടെ പോവുകയാണ്. ആ സമയം ടൗണിലെത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കോട്ടയത്തേക്കാണ് പോകുന്നത്, കല്യാൺ സിൽക്സിലേക്കാണ് പോണേ. താങ്കൾ അങ്ങോട്ട് വന്നാൽ മതി, അവിടെ വെച്ച് കാണാമെന്ന് ബാലേട്ടൻ പറയുക. അപ്പോൾ കോട്ടയത്ത് എവിടെയാണ് കല്യാൺ സിൽക്സ് എന്നിങ്ങനെ സ്റ്റാൻഡിൽ ചോദിക്കുമ്പം അത് MG റോഡിൻ്റെ താഴെയോ MC റോഡിൻ്റെ ലെഫ്റ്റാണ്. അപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, താങ്കളിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ അതും പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. ബാലേട്ടൻ ദേ വണ്ടിയിൽ കയറി. അവർ നേരെ കല്യാൺ സിൽക്സിൻ്റെ അടുത്തെത്തി. വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി. അവരിറങ്ങി. ഈ സമയത്ത് സ്റ്റാൻലി അവിടെ നിന്ന് പുറപ്പെടുവാണ്. അപ്പോൾ ദേ കടയിലേക്ക് കയറി ചെന്നപ്പോൾ ആ ഒരു ഇതെല്ലാം കണ്ട് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമായിട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ആ മാളിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ടോപ്സിൻ്റെ ഒക്കെ സെക്ഷൻ ഏതാ? അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ പെങ്കൊച്ച് വിളിച്ചുകൊണ്ട് പോകണു. അങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ദേ ഒരു വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ചുരിദാറിൻ്റെയൊക്കെ ചുരിദാറിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനത്തെ നമ്മുടെ അലീന ചുരിദാറൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ബാലേട്ടൻ അവിടെ നിന്ന് സ്റ്റാൻലിയെ ഫോൺ വിളിക്കുക. ഞാനും അലീനയും കല്യാൺ സിൽക്സിൻ്റെ 3rd ഫ്ലോറിലുണ്ടെന്ന് ആരും പറഞ്ഞു. അപ്പോൾ താങ്കൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ കാറ് നിർത്തി, ഇപ്പോൾ തന്നെ എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാനവിടെ വന്ന് എന്താ ചെയ്യേണ്ടത്, അഥവാ ഇനി അലീന എന്നെ തിരിച്ചറിയാലും ചെയ്താലോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ അത് അഥവാ തിരിച്ചറിയാനും ചെയ്താലോ നേരത്തെ ഒരു മനോധർമ്മം പോലെ എന്താണ് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അഥവാ ഇനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചങ്ങോട്ടുമായി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സംശയം തോന്നുമ്പോൾ ഒന്ന് സ്റ്റാൻലി ചോദിക്കുമ്പം അത് അപ്പോഴത്തെ ആ ഒരു ഇത് വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ എത്താമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ബാലേട്ടൻ എന്നിട്ട് ഇങ്ങനെ അതിൽ നടക്കുന്നു. അപ്പോഴേക്കും അലീനെ അവിടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ടേക്ക് വന്നു. ആ പറഞ്ഞ 3rd ഫ്ലോറിലേക്ക് എത്തി. അങ്ങനെ സ്റ്റാൻലി കയറി വന്നപ്പോൾ നമ്മുടെ ബാലേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടനെ കണ്ടുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി പോയി. ബാലേട്ടൻ നേരം ടെൻഷൻ അടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അലീനെ എങ്ങാനും കണ്ടോ എന്നുള്ളൊരിതിൽ. ആ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആകെ പരിഭ്രമിച്ചായിരിക്കുന്ന ബാലേട്ടൻ കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ കടന്നു പോകുന്നു. ബാലേട്ടൻ ഒന്നും അറിയാത്തല്ലോ ഫോണിലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് സ്റ്റാൻലിയെ വിളിച്ചു. ഹലോ, ഞാനിവിടെ എത്തി മിസ്റ്റർ ബാലേന്ദ്രൻ.
ഞാൻ വന്നത് കണ്ടു എന്ന് ബാലേട്ടൻ പറഞ്ഞു. അപ്പം ഞാനും കണ്ടു. അലീന എവിടെയാണ് നിൽക്കുന്നത് എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പം അത് പിന്നെ ചുരിദാർ ടോപ്പ് സെക്ഷനിലുണ്ട് അവൾ, ആ ഭാഗത്ത് എന്തെങ്കിലും എടുക്കാനുള്ള മട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെയിൽസ് ഗേൾസിനോട് സംസാരിക്കുമ്പോൾ തന്നെ അലീനയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ തിരിച്ചറിയത്തില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഒറ്റ നോട്ടത്തിൽ അറിയില്ല, അറിഞ്ഞാൽ സാരമില്ല, നമ്മൾ അറിയാത്ത മട്ടിൽ അങ്ങ് നിന്നാൽ മതി എന്നും പറഞ്ഞു ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശരി ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ ആ ഒരു കാര്യവും സെറ്റാക്കി കൊടുത്തു. അച്ഛന് മകളെ കാണാൻ മകൾ പോലും അറിയാതെ ചെയ്തു കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ. അദ്ദേഹം ചെന്നപ്പോൾ അലീനയെ കണ്ടു. അപ്പോൾ അലീന അവിടെ നിന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം അലീനയെ കണ്ണാടിയിൽ കാണുകയാണ്. അപ്പോൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അലീന ഓരോ ടോപ്പുകൾ എടുക്കുന്നു, അത് നോക്കാം ഇത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെയിൽസ് ഗേളിനെ കൊണ്ട് ഓരോന്ന് എടുത്തിടിക്കുന്നു, അങ്ങനെ നോക്കുന്നു. സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലീനയെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, മകളെ കണ്ണ് നിറഞ്ഞ് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ അലീന ആ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അലീന കാണാതെ തിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ മകളെ കണ്ണിറയെ കണ്ടുകൊണ്ട് സ്റ്റാൻലി എന്ന അച്ഛൻ നിൽക്കുക. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾ വന്നിട്ട് സ്റ്റാൻലിയോട് ചോദിച്ചു, സർ സൈസ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ അത് പിന്നെ ഏതൊക്കെ സൈസാണ് ഉള്ളത്? അപ്പോൾ എനിക്ക് പറ്റി അതിന് വലിയ പിടിപാടില്ല. അപ്പോൾ സാറിൻ്റെ വൈഫിനാണോ മോൾക്കാണോ അത് ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെലിഞ്ഞിട്ടാണോ അതോ നല്ല വണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ മീഡിയം സൈസ്, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ അങ്ങനെ വരെ സൈസുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ മീഡിയം മതി എന്ന് പറഞ്ഞു. മീഡിയം മതി, മീഡിയം ആയിക്കോട്ടെ എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സെയിൽസ് ഗേൾ അങ്ങോട്ടേക്ക് പോയി നിന്ന് വേർക്കുവാണ് സ്റ്റാൻലി. അപ്പുറം നിന്ന് നമ്മുടെ ബാലേട്ടനും വേർത്തുകൊണ്ടിരിക്കുക. ഇതൊന്നും അറിയാതെ അലീന ഇങ്ങനെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റാൻലി ഇങ്ങനെ അലീനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ ചുരിദാറാകുമ്പോൾ ഇതിൻ്റെ കൂടെ ടോപ്പ് ബോട്ടോ എല്ലാം ഉണ്ട്, ഷോളും ഉണ്ട് ഒക്കെ പറയാം. അപ്പോൾ എനിക്ക് ഇത്രയും സ്ലിറ്റായിട്ടുള്ളൊരു ടോപ്പ് വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതില്ലാത്ത കാണിക്കാവുന്നവർ പറഞ്ഞു. അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പോന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അലീന തിരിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് പിറകിൽ സ്റ്റാൻലി നിൽക്കുമായിരുന്നില്ല. പെട്ടെന്ന് സ്റ്റാൻലി തന്നെ ഇത് അവിടെ നിന്ന് ഒരു ചുരിദാർ എടുത്ത് ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചു, അലീന കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വല്ലാണ്ട് പെടാപ്പാട് വിടും അലീനെ കാണാതിരിക്കാൻ. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ മകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ബാലേട്ടൻ അവിടെ നിന്ന് തല കറങ്ങുക, കണ്ടുപിടിക്കുമോ എന്നുള്ളത്. അപ്പോഴത്തേക്ക് അലീന അതിലങ്ങ് പോയി സ്റ്റാൻലി തിരിഞ്ഞ് നിന്നു. എന്നിട്ട് സാറ് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സാറിന് ഇത് ഇഷ്ടപ്പെട്ടോ എന്നാ സെയിൽസ് ഗേൾ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, ഇതിനെന്താ കുഴപ്പം, കൊള്ളാം അല്ലേന്ന് ചോദിച്ചു. പക്ഷേ ലാർജ് സൈസാണ് സാർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആണോ, മീഡിയം മതിയല്ലേ, ഇതിൻ്റെ മീഡിയം സോറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് അവിടെ വെച്ചു. എന്നിട്ട് അടുത്തത് നോക്കി പോവുകയാണ്. അങ്ങനെ അലീന അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും തിരിയുന്നതും ഒക്കെ ഫോട്ടോയിലൊക്കെ എടുക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ അലീന പറയാതെ അലീനയുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലേട്ടൻ്റെ അരികിൽ അലീന വന്നിരുന്നു. കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞെന്ന് പറഞ്ഞു. എല്ലാം കൂടി എത്രയായി? അതൊന്നും അച്ഛൻ അറിയണ്ടെന്ന് പറഞ്ഞു അലീന. അവസാനം കുളത്തൂർ പുഴയ്ക്കുള്ള വണ്ടിക്കൂലിയെങ്കിലും കാണുമോ കയ്യിലെന്ന് ചോദിച്ചപ്പം അത് അച്ഛൻ തരണമെന്ന് അലീന പറഞ്ഞപ്പം അപ്പോൾ കയ്യിലുണ്ടായിരുന്ന അത്രയും പൊടിച്ചല്ലേ, പൊടിക്കും, ബില്ല് വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇരിക്കുക. ബാങ്കിൽ വല്ലതും ഉണ്ടോ അതോ ഞാൻ തന്നതെല്ലാം ഓരോരോ ഓർഫനേജുകാർ കൊണ്ടുപോയി തീർത്തോ? അത് കേട്ടപ്പം മിനിമം ബാലൻസ് ഉണ്ടച്ചാന്ന് അലീന. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അന്നേരം നമ്മുടെ അലീന. അപ്പോൾ എടി നിന്നെ ഞാൻ എന്നതാടി പറയേണ്ടതെന്നും ചോദിച്ച് എന്നതെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ബാലേട്ടൻ ഇരിക്കുക. അപ്പം ഞാനേ നോക്കിയിട്ട് വരാവേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഈ സമയത്ത് അലീനയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മുടെ സ്റ്റാൻലി തൊട്ടപ്പുറം നിൽപ്പുണ്ടായിരുന്നു. ബാലേട്ടൻ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ സ്റ്റാൻലി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അലീനതെ അവിടെ വാച്ച് സെക്ഷനിലൊക്കെ പോകുന്നു. അവിടെ ചെന്ന് വാച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും മകളുടെ ഫോട്ടോ മുകളിൽ നിന്ന് സൂം ചെയ്തൊക്കെ സ്റ്റാൻലി എടുക്കുക കേട്ടോ. അങ്ങനെ ആ കുറേ ഫോട്ടോസും കിട്ടി. അതിനുശേഷം സ്റ്റാൻലി ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. എന്നിട്ട് ബാലേന്ദ്രനെ കാണും. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൈകൊണ്ട് ഓക്കെ സെറ്റാണെന്ന് കാണിച്ചു. അപ്പോൾ ബാലേന്ദ്രനെ ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്, ഒന്നും അല്ലാത്ത പോലെ. എന്നിട്ട് മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് പതുക്കെ ബാലേട്ടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനയുടെ ആ ഒരു പൊതിയും കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് കൊടുത്തു. പോകാം എന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടി ഇങ്ങനെ യാത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കൈ നിറയെ കൂടുകളാണ്. ഇത് എന്തോന്നോ അടി ഇത് എന്ന് അച്ഛൻ ചോദിക്കാം. ഇനി വേറെ എവിടെയെങ്കിലും കയറാനുണ്ടോ എന്ന് ചോദിച്ചപ്പം വേറെ ഞാൻ പറയാം എന്നും പറഞ്ഞ അലീന. ആ സമയത്ത് അവർ നടന്നു വരുന്നത് സ്റ്റാൻലി അവർ പോലും അറിയാതെ വീഡിയോയിലെടുക്കുക. അങ്ങനെ അലീനയുടെ മുഖം ക്ലിയർ ആയിട്ട് കിട്ടണമല്ലോ. അങ്ങനെ അലീനയുടെ ആ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തു. ബാലേട്ടൻ അന്നേരം തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ സ്റ്റാൻലി അവിടെ നിൽക്കുന്നു. അവരങ്ങ് പോയി.
അവർ നേരെ വീട്ടിലും എത്തി. സ്റ്റാൻലി ഹോട്ടൽ റൂമിലേക്കും പോയി. ഇത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ആയിട്ട് അച്ഛനും മോളും കൂടെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഷെടാ ഇത്രയും പൈസ നീ വേറൊരു കടയെ കൊണ്ട് കൊടുത്ത് കളഞ്ഞല്ലോടി കൊച്ചേ, ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ കടയിൽ തന്നെ പോയാൽ മതി എന്ന്. അങ്ങനെ പോ അച്ഛാ, വണ്ടി കയറിയപ്പോൾ തുടങ്ങിയതാ കളിയാക്കാനായിട്ടെന്ന് പറഞ്ഞ് അലീന നിൽക്കുമ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം, നാട്ടുകാർ വളരട്ടെ, മതി പറഞ്ഞത് ബാ, ഞാൻ നല്ല സൂപ്പർ ഒരു ചായ ഇട്ടുതരാമെന്ന് അലീന. ഉവ്വ അവർക്ക് കച്ചവടവും എനിക്ക് ചായയും, നീ കൊള്ളാം, ചായ എങ്കിൽ ചായ ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ വന്നിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. അങ്ങനെ അച്ഛനും മോളും കൂടി വീടൊക്കെ തുറന്ന് അകത്തേക്ക് കയറി പോണു. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ ആ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ സൂം ചെയ്തെടുത്തതെല്ലാം ഇങ്ങനെ നോക്കി മകളെ കണ്ണിറയെ കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ സമയത്ത് ആ സൈഡിൽ നിന്നെടുത്ത ഫോട്ടോസ്, അങ്ങനെ ആ ഫോട്ടോ എല്ലാം കണ്ട് സ്റ്റാൻലി ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിത മോള് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. റൂമിലിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അങ്ങോട്ടേക്ക് കയറി ചെന്നു. അകത്തോട്ട് വരട്ടെ ഞാനെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട, എന്നാത്തിനാ വരുന്നേ എന്ന് ബബിത അലീനയോട് ചോദിക്കാം. ആദ്യം നെഗറ്റീവേ ഇന്ന് വരത്തുള്ളൂ എന്ന് അലീന അന്നേരം ബബിതയോട് പറയാം. അപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു. അകത്തോട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ എന്ന് അലീന ചോദിക്കുമ്പം ബബിത അന്നേരം എഴുന്നേറ്റ് പതുക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് അലീന കവർ പുറകിൽ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്, കാണാതിരിക്കാൻ. എന്നിട്ട് ഇതങ്ങ് പിടിച്ചെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നതാന്ന് പറയാൻ പറഞ്ഞു. ഇത് വാങ്ങിച്ച് നോക്കടി പെണ്ണേ നീ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ ഞാനതൊന്നും വാങ്ങിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ആണോ എന്ന് ബബിതയോട് ചോദിക്കുമ്പം എനിക്ക് മനസ്സിലായി എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുക എന്നെ സന്തോഷിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ സങ്കടത്തോടെ പറയാട്ടോ. എനിക്കങ്ങനെ വേറൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പൈസ കൊണ്ട് വാങ്ങിച്ചതൊന്നും വേണ്ട. അപ്പോൾ ഇതിന് അത്രയ്ക്ക് വിലയൊന്നും ഇല്ലടി പെണ്ണേ എന്ന് പറഞ്ഞപ്പം വിലയില്ലാത്തതാണെങ്കിൽ എനിക്ക് ഒട്ടും വേണ്ട എന്ന് ബബിത അന്നേരം പറയുന്നു. വാങ്ങിക്ക് പെണ്ണെ, ഇത് അങ്ങോട്ട് ഒരു ഗേമ കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അത് ബബിതയുടെ കയ്യിലേക്ക് നിർബന്ധിച്ച് വെച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുവാണ്. അപ്പം ബബിത അത് അവിടെ വെച്ചു. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് മേടിച്ചോണ്ട് വരുന്നേ? അപ്പം ആരും പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ അനുജത്തിമാർക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നീയാണെങ്കിൽ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നില്ലേ, അത് ഞാൻ വെട്ടിമുറിച്ച് നശിപ്പിച്ചതിൻ്റെ കടം വീട്ടിയതാണെന്നൊക്കെ പറഞ്ഞപ്പം ഇതൊരു കടം വീട്ടിലായിട്ട് കണക്കാക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന എന്നിട്ട് ആ ഒരു ബോക്സ് തുറന്ന് ആ ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു വാച്ചൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് കയ്യിൽ കെട്ടിയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും അലീന പോകുന്നതിന് മുൻപ് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം വളരെ ചുരുക്കം ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ അലീന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയുള്ള കഥകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.